Hello, Dubai! What's the color of life? They say black and white. Magic is gonna change the color of your life. Blue! Watch! And yellow! അണ്ണികൾ കൊള്ളാട്ടാ ടകടകയെന്നല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത് ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ എന്തിന്? അല്ല ഒരു ഷഡ്ഡി പഠിച്ചതല്ലേ എല്ലാ ദിവസം പല കളറായിട്ട് മാറ്റി വെച്ചിട്ടല്ല അല്ലേ? അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ഷഡ്ഡി തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. മിസ്റ്റർ Oh, പോക്കർ nice. മേരാ തൊലി വെളുക്കൽ के लिए कोई मैजिक है മാലു? തുടങ്ങി. വെറുതെ തൂങ്ങലുള്ള കന്നാലി ജീവിച്ച് പോട്ടെ ചെവി. അല്ല നിങ്ങൾ മലയാളിയാണോ? ബായുടെ ബിവറേജ് എവിടെ ഉള്ളത്? ഏയ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കറേട്ടാ ഇക്കൊന്ന് അണ്ണൻ തുടിപ്പിച്ചേണ്ടേ? എന്തുട്ട് കാണിക്കണേ അതാ കൂടുതൽ വെച്ചേ. അണ്ണൻ നമ്മ ദുബായ് തന്നെയാണല്ലേ വല്ല തൃശ്ശൂർ റൗണ്ടിലാ പറഞ്ഞാലും ശരി. വെള്ളപ്പണ്ടാറ്റാണ് തോന്നുന്നു. മേയുടെ സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ ജോയിൻ ചെയ്യേ. ബൈ ദ വേ ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. അല്ല പുഷ്പു, നിങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവരെ ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഇൻചാർജ് ചെയ്യുന്നു. ആ. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് മരിച്ചു. ആ സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടിയേ. ആ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് അടക്കം റേഷൻ അടയ്ക്കാൻ റേഷനാ? അടയ്ക്കാൻ പടേ? ആരുടെ കട? എന്താ അടക്കണ കാര്യം? അത് ഈ ഷാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവല്ലേ? അല്ലണ്ണ ഈ വെടിവെച്ച് കൊല്ലാൻ വന്ന മാഡം എന്തിനാണ് നമ്മളെ തിരിച്ചു വിളിച്ചിട്ട് ജോലിയും വീടും കള്ളും പിന്നെ ഈ ജോസ് പ്രാഷിന്റെ കോട്ടൊക്കെ തന്നേക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. എന്റെ അടുത്ത് കളിച്ച വിവരം അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ആ സൈസ് പെർഫോമൻസിലടാ ഞാൻ വെച്ച് കീച്ചത്. അണ്ണന് സോഡേ വെള്ളൂ. വേണ്ട വേണ്ട, ഇന്ന് വെള്ളമടിയില്ല. നാളെ രാവിലെ ഐശ്വര്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതാ. മാത്രല്ല ഇന്ന് ബോധത്തോടെ എന്റെ അഞ്ജലിക്കുട്ടിയുമായിട്ട് കുറച്ചു നേരം എനിക്ക് സല്ലപിക്കണം. ഹലോ, ഹായ് അഞ്ജലി. അണ്ണോയ് അണ്ണന് കാലത്ത് എക്സസൈസ് ചെയ്യാനുള്ള സാധനം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കട്ടിലെ തന്നെ വെച്ചോണ്ടാ. On behalf of all staff members, I welcome Mr. Satyanarayanan to our family. താങ്ക് യു. And I'm also taking privilege of this occasion to entrust Mr. Satyan some crucial responsibilities of Verma Designs. നമ്മുടെ 1-2 പ്രോഡക്ട്സ് എക്സ്പെക്ട് ചെയ്തതുപോലെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രോഡക്ട്സിന്റെ പ്രോഫിറ്റ് ലെവലും വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിനോ മെഷീനറിക്കോ മാൻ പവറിനോ വേണ്ടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നടത്താൻ നമുക്കാവില്ല. കമ്മോഡിറ്റികളുടെ പ്രൈസ് ഹൈക്കിന്റെ കാര്യം അൺതിങ്കബിൾ ആണ്. ബട്ട് there should be 20% increase in our total turnover graph. സി മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ അഡ്വർടൈസ്മെന്റോ കൂട്ടാതെ എങ്ങനെയാണ് മാഡം പ്രോഫിറ്റ് മാത്രമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? മാഡം, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഈ ജോലി എന്നെ ഏൽപ്പിക്കുന്നത്. സോ ഐ ടേക്ക് ദിസ് ഹോൾ റെസ്പോൺസിബിലിറ്റി വിത്ത് പ്ലഷർ ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓണർ. I like your confidence. താങ്ക് യു. And that's all for the time being. Thank you. താങ്ക്സ് ബഡി. എന്നാ ഇതെന്താണത് ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ? കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മല കയറുന്ന പോലെ അഴിഞ്ഞഴിഞ്ഞിങ്ങനെ പോകുന്നത്. ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് ആ വര ദാ ഇവിടെ അത് ഭയങ്കര സിമ്പിൾ അല്ലണ്ണ. ഇവിടുന്ന് ദിങ്ങനാട് വരച്ചാ പോരെ? എടാ, ഇത് പേപ്പറിൽ വരച്ച പോരാ. പിന്നെ? ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക്. അതുപോലെ നടക്കണോ? അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കും തോറും ഞാൻ ഈ കമ്പനിയിൽ തൊരപ്പനെ പോലെ തുരന്നു കയറും. ഉടായ്പിന്റെ വഴികൾ അവസാനിക്കുന്നില്ല. ഐ ആം ഗോയിങ് ടു ഡൈവേർട്ട് മൈ ലൈഫ് ടു ദ ഡൈപ്ലിക്കേഷൻ ആൻഡ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാ ശേഷം സ്ക്രീനിൽ This feat can be only described as unbelievable.
And the whole credit goes to Mr. Satyanarayanan. സത്യനാരായണന്റെ ആക്ഷൻ പ്ലാൻ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്താൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺടെസ്റ്റിലും റാം ഷോസിലുമൊക്കെ നമ്മുടെ കമ്പനി സ്പോൺസർ ചെയ്തിരുന്ന കണ്ടസ്റ്റൻസ് തുടർച്ചയായി വിജയിച്ചിരുന്നു. വളരെ ചെറിയ ചെലവിൽ കിട്ടിയിരുന്ന വമ്പം പരസ്യങ്ങളും ഗുഡ്വില്ലും അത് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ ലീവ് ഇറ്റ്. ഞാനിപ്പോൾ ചെയ്ത ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലേബേഴ്സ് അറിയാതെ അവരുടെ വർക്കിംഗ് ടൈമിൽ നിന്ന് ഓരോ മിനിറ്റ് വീതം ഞാൻ വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിനിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? രാവിലെയും ഉച്ച കഴിഞ്ഞും ജോലി തുടങ്ങുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് നേരത്തെയും ഉച്ചയ്ക്കും വൈകിട്ടും ജോലി അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള സൈറൺ, ഓരോ മിനിറ്റ് താമസിച്ചടിച്ചപ്പോൾ ഡെയിലി വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 2000 into 4 minutes per day 8000 minutes. ഒരു മാസം എന്ന് വെച്ചാൽ 30 ദിവസം. 30 into 8000 മിനിറ്റ്സ് ഒരു മാസം 2,40,000 മിനിറ്റ്സ്. 3 മാസം ആവുമ്പോൾ അത് 12,000 മണിക്കൂറുകൾ, 12,000 hours. ഒരു ദിവസത്തെ ജോലി സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 5.5 വർഷം. അതൊരു ചെറിയ വ്യത്യാസമല്ലല്ലോ മിസ്റ്റർ സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ. ഓ മൈ ഗോഡ്, യു ആർ സ്റ്റിൽ അലൈവ്. ഐ ആം ജസ്റ്റ് കിഡിങ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടെൽ യു മാഡം, പ്രൈസോ വർക്കേഴ്സ് നമ്പറോ വർക്കിംഗ് ടൈമോ കൂട്ടാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഡത്തിന്റെ അനുവാദം കൂടാതെ ഒന്ന് ഞാൻ കൂട്ടി. വേറൊന്നുമല്ല, ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്റർ നിന്നും ട്യൂബോളിന്റെ ഡയമീറ്റർ 12.5 മില്ലിമീറ്റർ ആക്കിയപ്പോൾ ഒറ്റഞ്ഞെക്കിൽ ട്യൂബിൽ നിന്ന് ചാടി വരുന്ന ക്രീമിന്റെ അളവ് കൂടി. 3 മാസം കൊണ്ട് ഒരാള് ഒരു ട്യൂബ് ഉപയോഗിച്ചിരുന്നത് 2 മാസം കൊണ്ട് തീർത്ത് പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസിന്റെ വിറ്റ് വരെ ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദറംസ്. ഒരു തുളയ്ക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? Mr. Kumar. അല്ല മാഡം, അങ്ങനെയാണ് തുളവട ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ കോടീശ്വരന്മാരാവണ്ടേ? ഇത് മാനിപ്പുലേഷൻ. ആ Silence. ഓ വലിയ ടേൺ ഓവറുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് മാനിപ്പുലേഷൻ നടത്താത്തതെന്ന് പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവരായർ മൃച്ഛകടിയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അയ്യയ്യേ, അത് ഗീതേ പറഞ്ഞല്ലേ? ആ, ഗീതയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യസ്യ മാർഗസ്യ ക്ലിഷ്ടം സത്യസാബി ജഗുർമുഖം മാർഗേണ ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്ത മർദ്ദനം. അങ്ങനെയല്ലേ? അങ്ങനെ പറഞ്ഞു. ഗുഡ് ബോയ്. ഇയാൾ ഭയങ്കര ഫ്രോഡാണ് മാഡം. വർമ്മ ഡിസൈൻസിന്റെ അന്തസ്സുണ്ട്. ഇയാൾ എപ്പം തന്നെ പറഞ്ഞയക്കണം. Within a span of 3 months, he generated a profit of 16 million dirhams. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ് തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത്. ഓട് മറുകോടായോ? കുമാറിന്റെ ചാർജിലുള്ള കാര്യങ്ങൾ കൂടി ഇനി സത്യൻ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് മാനേജ്മെന്റ് തീരുമാനം. അതിനുള്ള എഫിഷ്യൻസി ഇയാൾക്കുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. ആരും അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. 2 ദിവസം ലീവ് വന്ന ഞാൻ മണിമണി പോലെ പഠിച്ചിട്ട് പറഞ്ഞുതരാം. കുമാർ, സോറി മാഡം. പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കാൻ സത്യൻ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. യു സെഡ് ഇറ്റ് മാഡം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അതിൽ മത്സരിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തി തരാം. അതിന്റെ ആവശ്യമില്ല. അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഷുവർ. A small token of appreciation. എനിക്ക് BMW ഒരു കളക്ഷൻ തന്നെയുണ്ട്. 5th one. താങ്ക് യു. ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും ആരും വാങ്ങി തന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. എന്നാ പിന്നെ വർമ്മ ഡിസൈൻസ് ഒരു മൂലയ്ക്കെന്ന് ഞാൻ കുളം തോണ്ടി തുടങ്ങിക്കോട്ടെ സാറേ? അതല്ല നിന്റെ ജോലി. അപ്പോൾ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? അല്ല, മഴയത്ത് കൂണുകൾ ഇറക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല വർമ്മ ഡിസൈൻസ്. അതിലൊരു കുമ്മായപ്പാളി ഇളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല. എന്ത് വില കൊടുത്തും ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതാണ് നിന്റെ ജോലി. എന്താ എൻ്റെ പൊന്ന് സാറേ, സംഭവമൊക്കെ ശരി തന്നെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചുകൊണ്ട് പോകും തോന്നുമ്പോൾ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെയും തലയിൽ വെക്കണോ? അത് വെറും കുരിശല്ലട്ടാ, കോൺക്രീറ്റ് കുരിശാ.
ഭർത്താവ് ഉദ്യോഗത്തിന് പിന്നെ പോയാലുണ്ടല്ലോ പണ്ട് കർത്താവിന് പണി കിട്ടിയ പോലെയായി പോവും. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. ആ പിശാചിനെ ഇനി ഒരു അക്ഷരം ദേവിയെ പറ്റി പറഞ്ഞ ഐ എം സോറി.